നാഷണൽ ലീഗ് നേതാവ് ഹാഷിം അലിയിലേക്കാണ് പോകുന്നത്. ശ്രീ ഹാഷിം അലി, ഇന്നത്തെ ഈ RVS മണിയുടെ വെളിപ്പെടുത്തൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ അദ്ദേഹം മാത്രമല്ല, മുൻപും ആ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 1ഉം 2ഉം UPA സർക്കാരിൻ്റെ കാലത്ത് ഹോം മിനിസ്ട്രിയുടെ ഭാഗമായിരുന്ന പല ഉദ്യോഗസ്ഥരും സമാനമായ വെളിപ്പെടുത്തലുകൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. അതായത് ആ സമയത്ത്, വിശേഷിച്ച് 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് തുടർച്ചയായി നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ഭീകരശക്തികൾ നടത്തിയ സ്ഫോടന പരമ്പരകളെ വെള്ളപൂശുന്നതിനായി അന്നത്തെ ഭരണകൂടം സൃഷ്ടിച്ചതാണ് ഹിന്ദു ടെറർ എന്ന വേർഡ് എന്നാണിപ്പോൾ RVS മണി ഉൾപ്പെടെയുള്ള പല ഉദ്യോഗസ്ഥരും അന്ന് ഈ കേസിന്റെ ഭാഗമായി നിന്നവർ വെളിപ്പെടുത്തുന്നത്. അങ്ങേക്ക് നിലപാട് പറയാം. RVS മണി ഇന്ന് അല്ല 22 പറഞ്ഞെന്ന് നേരത്തെ ഇവര് പറഞ്ഞു, സുരേഷ് സാർ പറഞ്ഞല്ലോ. ഈ RVS മണിയുടെ ലക്ഷ്യം എന്താന്നുള്ളത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൊക്കെ ഇവിടെ വിവരിച്ചവർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അന്നത്തെ CBI ഉദ്യോഗസ്ഥരാൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരാളാണ്. അതിനാൽ പീഡനമേറ്റെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ ഏറ്റവും അധികം ശ്രമിച്ചവരിൽ ഒരാളാണ് ഇദ്ദേഹം എന്ന് സംശയരഹിതമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, അവര് അവിടെ മൊഴിയിൽ ചിലതൊക്കെ നോക്കുക. ഹേമന്ത് കർക്കറെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്? ഈ ഫാസിസ്റ്റ് ടെററിസം അതിന്റെ എല്ലാവിധ അടിയൊഴുക്കുകളെയും യഥാവിധി മനസ്സിലാക്കി സമൂഹ മധ്യത്തിൽ, അതുപോലെ തന്നെ അധികാര തലങ്ങൾ, ഭരണതലത്തിലൊക്കെ ശ്രദ്ധയോടെ കൊണ്ടുവന്ന വ്യക്തിത്വമായിരുന്നു ഹേമന്ത് കർക്കറെ. അദ്ദേഹം ആസൂത്രണം ചെയ്ത് എന്ന നിലക്കാണ് ഇവിടെയൊക്കെ ചിലർ പറയുന്നത് ഈ പ്രശ്നങ്ങളെ. അദ്ദേഹം ആസൂത്രണം ചെയ്താണ്, അദ്ദേഹം അതിൽ കൊല്ലപ്പെടാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിന്റെ ജീവൻ പോലും അതിൽ ഹനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ ഹനിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു വലിയ ഭീകരാക്രമണം അവിടെ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരായിരിക്കും? പാകിസ്ഥാനെന്ന് പറയാം. ഇവിടെ കോൺഗ്രസ് ആസൂത്രണം ചെയ്തത്, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എന്നുള്ള ഒരു പ്രചരണം വലിയ തെറ്റല്ലേ? അത് മാത്രമല്ല, അജ്മീർ ദർഗ മലേഗാവ് സ്ഫോടനം, അജ്മീർ ദർഗ സ്ഫോടനം, ഈ സ്ഫോടനത്തിന്റെ പിറകിലൊക്കെ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് അസീമാനന്ദി, അതുപോലെ തന്നെയുള്ള കേണൽ ഒക്കെ. അതെന്താ അവരത്ര കാലം കിടക്കേണ്ടി വന്നത്? അതെ, കുറ്റവിമുക്തരാക്കി. 7 വർഷം 8 വർഷത്തോളം അവര് പിന്നീടും ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു കാലത്തിലൊക്കെ അവരെങ്ങനെ കുറ്റവിമുക്തരാകുന്നു എന്ന് നമുക്കറിയാലോ. കാരണം ഈ മണിയെ പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ സ്വാധീനം അതിന്റെ ഉള്ളിലുണ്ട്. അതെല്ലാ നിലക്കും നടക്കുന്നുണ്ട്. ഫാസിസ്റ്റ് ഭീകരതയെ വെള്ളപൂശാനും അതിനെ വെടിപ്പിക്കാനും ചരിത്രപരമായിട്ട് അതൊക്കെ മാറ്റിമറിക്കാനുമുള്ള ഗൂഢമായ മുംബൈ ഭീകരാക്രമണം നടത്തിയത് ആരാണ്? മുംബൈ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാൻ ഭീകരരാണെന്ന് നമ്മൾ പറയുന്ന അജ്മൽ കസബിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ. ആ ഭീകരർ ആരാന്ന്? അവർ ഇസ്ലാമിസ്റ്റുകളാണോ? ഇസ്ലാമിന് വേണ്ടിയിട്ടാണോ? അല്ലെ ഇവിടുത്തെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഉണ്ടാക്കിയതാണോ? നേരത്തെ ഞാൻ കോൺഗ്രസ്സുകാരനല്ല. അവരുടെ രാഷ്ട്രീയ നയങ്ങളോടോ മറ്റോ ഒരു വിധത്തിലും യോജിക്കാത്ത ഒരാളെന്ന നിലയ്ക്ക് തന്നെ ഞാൻ പറയുന്നത് അവരാണെന്നുള്ള ഒരു തെളിവ് അന്ന് ഭരണതലത്തിൽ തന്റെ ഇംഗീതം നടപ്പിലാക്കാൻ കഴിയാത്ത മണിയെ പോലെയുള്ള ആളുകൾ പിന്നീട് വിളിച്ചു പറയുമ്പം അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്നത് അന്വേഷിക്കട്ടെ. അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉദ്യോഗ തലത്തിലുള്ള ചില ആളുകളെ പിടിച്ചു കൊണ്ടുവരിക, അത് കൊണ്ടുവന്നിട്ട് ഭരണകൂടത്തിന് അനുസൃതമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് സ്വാഭാവികമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. അത്തരം വലിയ കാര്യങ്ങൾ ഇപ്പം അടുത്ത കാലത്താണ് പുറത്തു വന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിലടക്കം എന്താണ് പച്ചക്കള്ളല്ല പറഞ്ഞത്? ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന്. നമ്മുടെ സൈനികർ വീര്യമൃത്യു വരിച്ച 6ഓളം പേരുടെ ആളുകളുടെ പേര് പറയുന്ന വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നത് അഭിമാനകരമായ ഒരു കാര്യമല്ലേ? അതിന്റെ പേരിൽ ഒരാൾ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടെ രാഷ്ട്രത്തിന്റെ പുത്രന്മാരായി മുംബൈ പോലെയുള്ള നമ്മുടെ ഒരു വാണിജ്യ നഗരത്തിൽ ഭീകരവാദികൾ 4-5 ദിവസം അഴിഞ്ഞാടിയിട്ട് അന്ന് ഒരു ചെറുവിരൽ അനക്കാത്ത സർക്കാരാണെന്ന് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നത്. താങ്കൾ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ഭാരതം നടത്തിയ ശക്തമായ തിരിച്ചടിയുടെ ചരിത്രമാണ്. മുംബൈ ഭീകരാക്രമണത്തിന് എന്തെങ്കിലും തിരിച്ചു ചെയ്തായിരുന്നു? ഇല്ലല്ലോ. ഒരു പടക്കം പൊട്ടിക്കാൻ പോലും അന്ന് കഴിഞ്ഞില്ല അതിർത്തിയിൽ. അന്ന് കൊല്ലപ്പെട്ട സൈനികരുടെ വീരമൃത്യുവിനെ മറച്ചുവെച്ചു, രാജ്യത്തെ വഞ്ചിച്ചു, പാർലമെന്റിനെ വഞ്ചിച്ചു. അങ്ങനെ ഒരു കള്ളം ഒരു ഭാഗത്തുണ്ടായി. മറ്റൊന്ന് നിങ്ങൾ ചിന്തിക്ക്, ഈ മുംബൈ ഭീകരാക്രമണത്തിൽ ഈ അജ്മൽ കസബിനെ അറസ്റ്റിലാക്കുന്നതും അദ്ദേഹത്തെ തടവിലാക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഏത് ഗവൺമെന്റ് ആയിരുന്നു?
മോഡി പിന്നെ BJP ഗവൺമെന്റ് വരുന്നതിന് മുന്നേ തന്നെ ഈ നിയമ നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നിയമത്തിന്റെ മുന്നിലേക്ക് അവരെ പിടിച്ചു കൊണ്ടുവന്നത് ഈ സംവിധാനമാണ്. ഹേമന്ത് കർക്കറെ ഉൾപ്പെടെയുള്ള പിന്നെ കമാൻഡോകളുടെ ജീവൻ ത്യജിച്ചിട്ടാണ് അവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അത് നിങ്ങൾ മറന്നു പോകരുത്. അന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ. അവരെ പിടിക്കപ്പെട്ടത് ഇന്ത്യ രാജ്യത്തു നിന്നല്ലേ, അന്ന് ഭരിച്ചവരല്ലേ പിടിച്ചത്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നത്. അവസാനം അജ്മൽ കസബ് തൂക്കിലേറ്റപ്പെടുന്നത് ആര് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടാണ്? വർഷങ്ങൾക്ക് ശേഷം ഒന്നല്ലല്ലോ അവർ പിടിച്ചത്. അപ്പൊ ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ ഭരണകൂടത്തിന് അനുസൃതമായിട്ട് തങ്ങളുടെ ഇംഗീതത്തിനനുസരിച്ച് കൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ, സ്തുതി പാഠകന്മാരായ ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് പത്മശ്രീ വേണം, പത്മവിഭൂഷൺ വേണം, അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം ഉന്നതമായ മറ്റ് താവളങ്ങൾ വേണം. അത്തരം ആളുകളൊക്കെ അവസരത്തിനൊത്ത ഇത്തരം കാര്യങ്ങൾ സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയും. അത് കാലാകാലങ്ങളിൽ അത്തരം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിലുള്ള ഓക്കെ, ഒരാളും നിലപാട് വ്യക്തമാണ്. താങ്കളുടെ നിലപാടാണ് പറയുന്നത്. ഓക്കെ.